ഹായ് കൂട്ടുകാരെ, ഞാൻ പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് പെട്ടെന്ന് ഞാനൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കതൊരു വീഡിയോ ആയിട്ട് ഇട്ടാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ ഈ ഒരു സംഭവമാണ് എനിക്ക് പെട്ടെന്ന് വീഡിയോ ആയിട്ട് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയത്. ഇത് കാണുമ്പോൾ പെട്ടെന്ന് ആർക്കും മനസ്സിലാവത്തില്ല. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. അതായത് നമ്മൾ എല്ലാവരും പെട്ടെന്ന് വെളുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മിക്ക ആൾക്കാരും. അപ്പോൾ പെട്ടെന്ന് വെളുക്കാൻ നമ്മൾ എത്ര പൈസ വേണമെങ്കിലും നമ്മൾ മുടക്കും. അപ്പോൾ ഇംഗ്ലീഷ് മരുന്നുകളായിട്ടുള്ള എല്ലാ ക്രീമുകളും വാങ്ങി തേച്ച് നമ്മൾ വെളുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ശ്രമിക്കും. പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് പിന്നെ നമ്മൾ ചിന്തിക്കത്തില്ല. കാരണം ലോകത്ത് പൊതുവേ നമ്മൾ ഒരു ഗുണം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല, സ്വാഭാവികമാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇംഗ്ലീഷായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. കാരണം നമ്മൾ അന്നേരം ഉപയോഗിക്കുമ്പോൾ കുറച്ച് ദിവസം നമുക്ക് നല്ല വെളുപ്പും സൗന്ദര്യമായിട്ടൊക്കെ നടക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഭയങ്കര മോശമാണ്. എനിക്ക് ആദ്യം ഞാനൊരു ക്രീം ഉപയോഗിച്ചിട്ടുള്ള ഒരിതുണ്ട്. പക്ഷേ അതെനിക്ക് ബോധ്യപ്പെട്ട് തുടങ്ങിയപ്പോൾ ഞാൻ നോർമലി ഒഴിവാക്കി. അപ്പോൾ തന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലായി തുടങ്ങി കാര്യങ്ങൾ. പിന്നെ വലിയ ഒരു ഇതിലോട്ട് പോയില്ല, പക്ഷെ എനിക്ക് മനസ്സിലായി. എന്നതിന് ശേഷം ഞാൻ ആയുർവേദമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ മുഖത്ത് ഉപയോഗിക്കുള്ളൂ. സത്യമാണ് ഈ പറയുന്നത്. കാരണം ഓരോരോ വീഡിയോസിൽ കാണാം, പിന്നെ അത് തേച്ചാൽ വെളുക്കും, ഇത് തേച്ചാൽ വെളുക്കും. പക്ഷേ അങ്ങനെ ഒന്ന് കണ്ടിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം അതിന് ദൂഷ്യഫലങ്ങളുണ്ട്. അതായത് മുഖത്ത് രോമങ്ങൾ വരും, അല്ലെങ്കിൽ സ്കിൻ ക്യാൻസറൊക്കെ ഇപ്പോൾ പൊതുവെ കേൾക്കുന്നതാണ്. പിന്നെ കലകൾ, അതായത് പാടുകൾ, കുരുക്കൾ, കുഴികൾ, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഒരു ഡോക്ടർ പറയുന്ന പോലെ ക്ലാസ് ആയിട്ട് പറയല്ല, നമ്മൾ അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പഠിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ പറയുവാണ്. അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്ന സംഭവം കാപ്പിപ്പൊടിയും പിന്നെ തുളസി മീൻസ് തുളസി, പിന്നെ പനിത്തോമര അത് രണ്ടും കൂടി അരച്ചതിൻ്റെ നീരും കൂടി എടുത്തിട്ട് മിക്സ് ആക്കിയതാണ്. ഇത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് മുഖം നല്ല ക്ലീനപ്പായിട്ട് കിടക്കും. പക്ഷേ നമ്മളിതെന്നും ചെയ്താൽ നല്ലതാണ്. നമ്മുടെ മുഖത്തിന് വലിയ പാടുകളോ കലകളോ ഒന്നും വരത്തില്ല നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതേ സ്ഥാനത്ത് നമ്മൾ ഇംഗ്ലീഷ് മരുന്ന്, അതായത് ഓരോ ക്രീമുകൾ നമ്മൾ വാങ്ങിച്ച് തേക്കുകയാണെങ്കിൽ നല്ല വെളുത്തൊക്കെ വരും. പക്ഷേ അത് 1, 2, 3 ദിവസം നമ്മൾ വെളുക്കും. പിന്നെ ആ മരുന്ന് യൂസ് ചെയ്യാതെ നമ്മൾ ആ ഒരു കളറിലേക്ക് വരത്തില്ല. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ സ്ഥിരം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓരോ അസുഖങ്ങളായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇത് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും. ഈ തുളസി നീരും പനിത്തോമര, പനിക്കൂർക്ക എന്നൊക്കെ പറയുന്ന ഇലയും കൂടി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല തണുപ്പ് കിട്ടും. ആ തണുപ്പ് തന്നെയാണ് നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം ഇതൊക്കെ തരുന്നത്. പിന്നെ കാപ്പിപ്പൊടി നമ്മൾ സ്ക്രബിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓരോരുത്തരിപ്പം മറ്റേ സ്ക്രബ്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്രീമുകൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആയുർവേദിക് സ്ക്രബ്ബറുകളാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. വാൾനട്ടിൻ്റെ ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ലതാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അരിപ്പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കി അത് കൊണ്ട് സ്ക്രബ് ചെയ്താൽ മതി. അരിപ്പൊടിയല്ല, ഇപ്പോൾ ഉലുവാപ്പൊടി, ചെറുപയർ പൊടി, ഉഴുന്ന് പൊടി, അങ്ങനെ ആയുർവേദമായിട്ടുള്ള ആൾക്കാരൊക്കെ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഏറ്റവും ഗുണം. സത്യസന്ധമായിട്ട് പറയുവാണ്, മണ്ടന്മാരാവരുത്. കാരണം നമ്മളെ ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വേറെ ആരും ശ്രദ്ധിക്കത്തില്ല. ഈ ഒരു വീഡിയോനെയും ഒരു ഇതിനെയും അപമാനിക്കുമല്ല, പക്ഷേങ്കിൽ എല്ലാവരും പറയുന്നത് സത്യമാണ്. അതായത് വീഡിയോ ചെയ്യുന്നവർ പറയുന്നത് ഇത് തേച്ചാൽ വെളുക്കും, അത് സത്യമാണ്. പക്ഷേ അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് അറിയുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇത് കൊണ്ട് പറയണം. അപ്പോൾ ഇത് ഞാൻ ഒരു അരമണിക്കൂറൊക്കെ തേച്ചിടും. ഇത് ഒത്തിരി ഒന്നും എടുക്കണ്ട. 1 സ്പൂൺ കാപ്പിപ്പൊടിയും പിന്നെ ഇച്ചിരി നമ്മൾ തുളസിയും ഇതൊക്കെ നമ്മൾ ഒത്തിരി എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. തുളസി മാത്രമല്ല, തുളസി ഇല, പിന്നെ പേരക്കയുടെ ഇലയുടെ തളിരില, ഉണ്ടായി വരുന്ന ഇല, പിന്നെ മൈലാഞ്ചി ഇല, പിന്നെ കിഴാർനെല്ലി ഇല, ഇങ്ങനെ ഈ ആയുർവേദിക് ഇലകളൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാൻ നോക്കുക. ഈ കൺസിസ്റ്റൻസിയിൽ മതി. അധികം വെള്ളമായി പോവാതെ തേച്ച് കഴിഞ്ഞാൽ മുഖത്ത് നിന്ന് കുറേ നേരം പിടിച്ച് വെക്കും, പിന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നോക്കുക എല്ലാവരും. ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഓർമ്മ വന്നാണ്, എന്തുകൊണ്ട് യൂട്യൂബിൽ ഇട്ടുകൂടാന്നുള്ളൊരു ഓർമ്മ വന്നാണ്. ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് നമ്മൾ ഒന്നും പ്രതീക്ഷിച്ച് അങ്ങനെയൊന്നുമല്ല. പക്ഷേങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഇതിലൂടെ പറയാൻ ആഗ്രഹിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള പോലെ ചെയ്യുക. ആരെയും നിർബന്ധിച്ചൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. പക്ഷേ ഇതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് ഞാൻ പറയുന്നു.